ചർച്ചിൻ്റെ അടുത്തായി സ്റ്റാലിൻ്റെ വണ്ടി വന്ന് നിന്നിരുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മീനുവിനെ നോക്കി. മീനുവും അധികം ബലം പിടിക്കാതെ ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങി അവൾ ആ പള്ളിയിലേക്ക് ഒന്ന് നോക്കി. സ്റ്റാലിൻ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചർച്ചിൻ്റെ പടികൾ കയറി. പള്ളിയുടെ അകത്ത് കയറി മീനുവും സ്റ്റാലിനും അതിൻ്റെ മധ്യഭാഗത്തായി വെച്ചിട്ടുള്ള കർത്താവിൻ്റെ മുന്നിൽ നിന്നു. അപ്പോഴേക്കും അവിടെ സ്റ്റാലിൻ്റെ ഗാർഡ്സും വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മീനു അവൻ്റെ മുഖത്തേക്കും. ഗാർഡ്സിൽ ഒരാൾ നീട്ടിയ ബോക്സിൽ നിന്നും മിന്നുമാല എടുത്തുകൊണ്ട് മീനുവിൻ്റെ കഴുത്തിലേക്ക് സ്റ്റാലിൻ ചാർത്തി. മീനു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. മിന്നിൻ്റെ കൊളുത്ത് മുറുക്കിയ ശേഷം അവൻ മീനുവിൻ്റെ മുഖം കയ്യിലെടുത്തു. ആ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. ആ ചർച്ചിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാലിന് മുഖം കൊടുക്കാതെയാണ് മീനു കാറിലിരുന്നത്. അത് കണ്ട് സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഹേയ് മീനു ബേബി, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ കരയുന്നത് എനിക്കിഷ്ടമല്ല, സ്റ്റാലിൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. തനിക്ക് പ്രാന്താണോ? മീനു അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ, താൻ, അതൊക്കെ പണ്ട് വിളിച്ചതല്ലേ മീനു. നൗ കോൾ മീ ഇച്ചായൻ. വിളിക്ക്, കേൾക്കട്ടെ, സ്റ്റാലിൻ പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ വിളിക്കില്ല, മീനു വാശിയോടെ പറഞ്ഞു. എന്നോട് ഈ വാശി വേണോ മീനു? സ്റ്റാലിൻ ചോദിച്ചു. വാശി തന്നെയാ. ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കില്ല. ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് താൻ കരുതണ്ട, മീനു ദേഷ്യത്തോടെയും വാശിയോടെയും സ്റ്റാലിനോട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. നിന്നെക്കൊണ്ട് എങ്ങനെ വിളിപ്പിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. ജസ്റ്റ് വെയിറ്റ് മൈ വൈഫി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ മീനുവിനെ നോക്കി ഒരു ചിരി ചിരിച്ചു. സ്റ്റാലിൻ്റെ വണ്ടി വീടിന് മുന്നിലെത്തി. അതിൽ നിന്നും ആദ്യം തന്നെ സ്റ്റാലിൻ ഇറങ്ങി. അവൻ്റെ കൂടെ മീനുവും. സ്റ്റാലിൻ്റെ ഒരു ഗാർഡ് ഒരാൾ ഡോർ തുറന്നതും മീനു അകത്തേക്ക് കയറി. കൂടെ തന്നെ സ്റ്റാലിനും കയറി വന്നതുകൊണ്ട് ഡോർ അടച്ച് ലോക്ക് ചെയ്തു. അവിടെ ഡൈനിങ് ഹാളിൽ ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. മീനു, സ്റ്റാലിൻ വിളിച്ചു. മീനു തിരിഞ്ഞു നോക്കി. എന്നെ നീ ഇച്ചായ എന്ന് വിളിക്കില്ല ല്ലേ മീനു? സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ലെന്ന് ഒരു വട്ടം പറഞ്ഞില്ലേ, മീനു പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം സ്റ്റാലിൻ അവളെ പൊക്കിയെടുത്തിരുന്നു. മീനു ഒന്ന് ഞെട്ടിപ്പോയി. അവൾ അവൻ്റെ കയ്യിലായി കിടന്നു പിടഞ്ഞു കുതറി. സ്റ്റാലിൻ അവളെ കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. അവിടെ അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കം ചെയ്തു വെച്ചിരുന്നു. ആ ബെഡിലേക്ക് അവൻ മീനുവിനെ കൊണ്ട് ചെന്നങ്ങ് കിടത്തി. മീനു പേടിയോടെ എഴുന്നേക്കാൻ നോക്കിയതും സ്റ്റാലിൻ അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു. മീനു, ഇനിയെങ്കിലും വാശി കളഞ്ഞിട്ട് ഇച്ചായ എന്ന് വിളിച്ചേ, ഇല്ലേൽ ഞാൻ ചീത്തയാകും, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടിയില്ല. അവൾക്ക് പേടി കൊണ്ട് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. സ്റ്റാലിൻ്റെ മുഖം അടുത്ത നിമിഷം അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു. മീനു വിറച്ചുകൊണ്ട് ബെഡിൽ ഇറുകെ പിടിച്ചു കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. സ്റ്റാലിൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ ഒരു നോവോടുകൂടി ആഴ്ന്നിറങ്ങി. മീനുവിൻ്റെ കൈ അവൻ്റെ പുറത്ത് മുറുകെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. പതിയെ അവളുടെ കഴുത്തിൽ നിന്നും അവൻ്റെ ആ മുഖം അവളുടെ നെഞ്ചിലേക്കായി നീങ്ങി. സാരിയുടെ തുമ്പിനെ പിടിച്ചു മാറ്റിക്കൊണ്ടവൻ അവളുടെ മാറിൽ മുഖം അമർത്തിയതും മീനു വെട്ടിവിറച്ചുപോയി. ഇച്ചായ, മീനു വിളിച്ചു. സ്റ്റാലിൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മേലെ നിന്നും മാറിക്കിടന്നു. മീനു വേഗം തന്നെ സാരി ശരിയാക്കി എഴുന്നേറ്റിരുന്നു. ഒന്നുകൂടെ വിളിക്ക്, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. സ്റ്റാലിൻ അവളുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങിയിരുന്നു. ഇച്ചായ, മീനു ഞെട്ടലോടെ വിളിച്ചു. ആ, അതാണ് ഞാൻ പറഞ്ഞില്ലേ മീനൂട്ടി, ഇച്ചായനെ ചീത്തയാക്കില്ലേ എന്ന്. നിന്റെ ഇഷ്ടമില്ലാതെ നിന്റെ ശരീരം തൊടാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് കരുതി എന്നെ വാശി പിടിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ കടിഞ്ഞാനിട്ട പോലെയാണ് എന്നെ ഞാൻ തന്നെ പിടിച്ചങ്ങ് നിർത്തിയേക്കുവാണ്. നിന്റെ വാശിയും ദേഷ്യവും എതിർക്കലും എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. എൻ്റെ സകല കൺട്രോളും പോവും. അതുകൊണ്ട് ഇച്ചായൻ്റെ മീനു നല്ല കുട്ടിയായി ഇനി എന്നെ ചീത്തയാക്കാതെ നോക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നതിനേക്കാളും ഹെവി ആയിരിക്കും അത് എൻ്റെ മീനൂട്ടി. അത് താങ്ങില്ല, സ്റ്റാലിൻ മീനുവിൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മീനു ഒന്നും മിണ്ടിയില്ല. സ്റ്റാലിൻ്റെ സംസാരം അവൾക്ക് എന്തോ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കബോർഡിൽ എൻ്റെ മീനൂട്ടിക്കുള്ള എല്ലാ ഡ്രസ്സുകളുമുണ്ട്. ചെന്ന് ഫ്രഷായി വാ, ഫുഡ് കഴിക്കാം. ഞാൻ അപ്പുറത്തെ റൂമിലെ ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിക്കോളാം എന്ന് പറഞ്ഞ് സ്റ്റാലിൻ പോയി. മീനു കുറച്ചു നേരം അങ്ങനെയിരുന്നു. ശേഷം കബോർഡിൽ പോയി തുറന്നു നോക്കി. അവിടെ അവൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. മീനു അടുത്ത കബോർഡ് തുറന്നു നോക്കി. അതിലുള്ള ഫാൻസി ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഒരു ചെപ്പ് വേറെ ഇരിക്കുന്നത് കണ്ട് അവൾ അത് തുറന്നു നോക്കി. കുങ്കുമമായിരുന്നു അത്. മീനുവിൻ്റെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. മീനു അവൾ ധരിച്ച കമ്മലും മാലയും വളയും പൊട്ടുമെല്ലാം അഴിച്ചു. മുടി അഴിച്ചൊന്ന് വിടർത്തിയിട്ടുകൊണ്ട് അവൾ ചെന്ന് റൂമിൻ്റെ വാതിലടച്ചു. സാരി അഴിച്ചു മാറ്റി അത് മടക്കി കട്ടിലിൽ തന്നെ വെച്ചുകൊണ്ട് കബോർഡ് തുറന്നു. അവൾ ഒരു ജോഡി ഡ്രസ്സ് പിന്നെ ടവലും എടുത്തുകൊണ്ട് കുളിക്കാനായി പോയി. വൈകുന്നേരത്തോടെ തുളസിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. തുളസിയെ ധ്രുവ് പിടിച്ചുകൊണ്ടുപോയി സോഫയിൽ ഇരുത്തി.
ധ്രുവ, മീനുവിൻ്റെ ഭർത്താവിനെക്കുറിച്ച് മോന് വല്ലതും അറിയോ? കൃഷ്ണൻ ചോദിച്ചു. അറിയാം. അവൻ്റെ വീട് കോട്ടയത്താണ്, പാല, ആ ഭാഗത്താണ്. സ്റ്റാലിൻ ഡേവിഡ് എന്നാണ് പേര്. ബിസിനസ്മാൻ ആണ്. പിന്നെ ഞങ്ങൾ പോലീസുകാരുടെ പിടികിട്ടാപ്പുള്ളിയും. ധ്രുവ് പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. ദേവു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിന്നു. എന്തൊക്കെയാ ഇവൻ ഈ പറയുന്നേ? ഇതൊക്കെ ശരിയാണോ ആദി? മാധവൻ ചോദിച്ചു. അത് പിന്നെ ശരിയാണ് അങ്കിൾ. സ്റ്റാലിൻ ഒരു ക്രിമിനലാണ്. തെളിയിക്കപ്പെടാത്ത 88 കൊല അവൻ്റെ പേരിലുണ്ട്, ആദി പറഞ്ഞു. മീനുവിന് ഇതൊന്നും അറിഞ്ഞുകൂടെ? അതൊന്നും അറിയാതെയാണോ ആ കുട്ടി ഇറങ്ങിപ്പോയത്? ഗീത നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ബിന്ദ തുളസിയുടെ അടുത്ത് ചെന്നിരുന്ന് ആശ്വസിപ്പിച്ചു. ധ്രുവ് അവിടെ നിന്നും പോയി. അവൻ്റെ കൂടെ ആദിയും ദേവും പിന്നാലെ ചെന്നു. ധ്രുവ് പുറത്ത് ചെന്ന് അവൻ്റെ ജീപ്പിൽ ചാരി നിന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. നീ എന്തിനാ ധ്രുവ സ്റ്റാലിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? അവരെ ടെൻഷനാക്കിയത്? ആദി ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞില്ലേൽ അവൻ നാളെ എൻ്റെ വീട്ടിൽ അവൻ കയറി വരും. എൻ്റെ അനിയത്തിയോടുള്ള സ്നേഹത്തിൽ അയാളും അവനെ പിടിച്ച് വീട്ടിൽ കയറ്റും. ഇപ്പോൾ അവർക്ക് അവനെക്കുറിച്ചറിയാം. അതുകൊണ്ട് തന്നെ അവളെ അവനിൽ നിന്നും അകറ്റേണ്ടത് എന്നെപ്പോലെ എൻ്റെ വീട്ടുകാരുടെയും ആവശ്യമാണ്. സോ എനിക്കതാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് അവനെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞത്. ധ്രുവ് ഒരു പുഞ്ചിരിയോടെ എല്ലാം ആദിയോട് പറഞ്ഞു. നിങ്ങളൊരു മനുഷ്യനാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? അയാൾ എത്ര വലിയ ക്രിമിനൽ ആയിക്കോട്ടെ, മീനുവിനെ അയാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളിയാ അയാളെന്ന്. അങ്ങനെ ഒരാൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മീനുവിനെ കൊണ്ടുപോയി മിന്നുകെട്ടി തീർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ അവൾ അയാളുടെ ഭാര്യയായി കാണും. അയാൾ കെട്ടിയ താലി അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ മീനു വരുമെന്ന് തോന്നുന്നുണ്ടോ? ക്രിമിനൽ ആയിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, ആരായാലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും നോക്കാണ്ട് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരാൾ അയാളുടെ മനസ്സിൽ അത്രയും ഉള്ളതുകൊണ്ടാണ്. അതൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. പ്രണയത്തിനെയും വിവാഹത്തിനെയും ഫിസിക്കൽ റിലേഷനായി കാണുന്ന ഒരാളാണ് നിങ്ങൾ, ദേവു പറഞ്ഞു. ധ്രുവ് ദേഷ്യത്തോടെ അലറി. എന്താ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതി ഇപ്പോൾ ഈ ചെയ്യുന്നതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല, ദേവു ഉറപ്പോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. നിന്റെ ഉറപ്പ് ആർക്ക് വേണം? എൻ്റെ കൺമുന്നിൽ നിന്ന് പോടി, ധ്രുവ് ദേഷ്യത്തോടെ പറഞ്ഞു. പോകുക, ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പോലും വരില്ല എന്ന് പറഞ്ഞ് ദേവു അവിടെ നിന്നും പോയി.